മിശ്ര രാജൻ കൊണ്ടുപോകുന്നു. പുരാതന ഈജിപ്തിന്റെ ചരിത്രത്തിലേക്കൊരു യാത്രയായിരുന്നു ഈ നാടക സൃഷ്ടി. പീപ്സിലെ തുത്മോസ് രാജാവിന്റെ കാലഘട്ടത്തെ തനിമ ചോരാതെ പുനഃസൃഷ്ടിക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു. മെംഫിസിൽ നിന്ന് രാജധാനി വീണ്ടും തിബ്സിലേക്ക് തന്നെ മാറ്റി. ശവകുടീരങ്ങളിൽ നിന്നും സ്മാരകങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ദേവനാമങ്ങൾ പുനഃസ്ഥാപിച്ചു. അതൊക്കെ നന്നായി പ്രതി നമ്മുടെ പരമ്പരാഗത വിശ്വാസങ്ങളെ മുറിപ്പെടുത്തുകയാണ് അവൻ ചെയ്തത്. ജനക്ഷേമത്തെക്കാൾ സ്വന്തം താല്പര്യം നടപ്പാക്കാനായിരുന്നു അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്രഭു, അടിയൊരു കാര്യം ഉണർത്തിക്കാറുണ്ട്. പറയൂ, യൂബിയായിലേക്ക് നാം കൊടുത്തുവിട്ട അമൂല്യ ഉപഹാരങ്ങളും വസ്തുക്കളും അവർ തിരസ്കരിച്ചു. എന്ത്? നാം എന്താണ് കേൾക്കുന്നത്? ബാബിലോണിൽ നിന്നുണ്ടായതിന്റെ തനിയാവർത്തനം. അതെന്തുകൊണ്ടാണെന്നാണ് നമുക്കറിയേണ്ടത്. നമ്മളുമായുള്ള സൗഹൃദത്തിന് അവർക്ക് താല്പര്യമില്ല. നമുക്കെതിരെ വളരെയധികം ഒരുക്കങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്നാണ് താരം മറുപടി അറിയാൻ കഴിയും. എന്ന് വെച്ചാൽ അമേൻ ഹോത്തപ്പ് കാണിച്ച നെറികേടിന്റെ ശാപങ്ങൾ, അല്ലാതെ എന്ത് പറയാൻ? ശരിയാണ്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെന്നാലും മനസ്സെപ്പോഴും അസ്വസ്ഥമാണ്. പ്രജകൾക്കുമില്ല ഒരു സന്തോഷം. പ്രഭു, യുവാക്കൾ രാത്രികാലങ്ങളിൽ മുഴുവൻ നിശാനർത്തകിമാർക്കൊപ്പം കൈമകളിൽ ഒക്കെ വലിച്ചു പിടിച്ചു ഉറക്കമൊരുക്കി. രാജ്യത്തെ മൊത്തം ഒരു വിഷാദം പിടികൂടിയതുപോലെ. ഇവിടുത്തെ പ്രപിതാക്കന്മാരായ ഫറോവമാർ ശിരസിലണിഞ്ഞ ദിവ്യമായ നവരത്ന ഖചിത കിരീടം അതിനെത്തിയാൽ സർവവിഷയങ്ങളും തിരിച്ചു വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. മെംഫിസിലെ രാജധാനികളിൽ എവിടെയോ കുടിച്ചു മൂടപ്പെട്ട ആ ദിവ്യ കിരീടം കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? രാജ്യത്തിന് നഷ്ടപ്പെട്ട രത്നകിരീടം വീണ്ടെടുക്കാനായി എത്തുന്ന മഹാമാന്ത്രികനും മകനും ഏറെ ജനശ്രദ്ധ നേടി. മാന്ത്രികന്റെ മകനായി വേഷമിട്ട പ്രശസ്ത മാന്ത്രികൻ രാഖിൻ മലയെത്തും. രാജകുമാരിയായി വേദിയിലെത്തിയ ഐശ്വര്യ മുരളി, മന്ത്രിപുത്രിയായ ടിയയെ അവതരിപ്പിച്ച മേഘന, ഖത്തറിലെ കലാപ്രേമികൾക്ക് പരിചിതനായ AVM ഉണ്ണി, ആഷിഖ് മാഹി, ബാവ വടകര തുടങ്ങി 35ഓളം അഭിനേതാക്കളുടെ അവിസ്മരണീയ പ്രകടനം അഭിനന്ദനാർഹമാണ്. പ്രണയത്തിന്റെ നൊമ്പരവും പുരാതന സംസ്കാരത്തിന്റെ നേർക്കാഴ്ചകളും ആസ്വാദകരെ വിസ്മയ ലോകത്തെത്തിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ആളയച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാത്തതെന്ത്? ഒരിടം വരെ പോകേണ്ടി വന്നു. തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിലും ഒരു നവകലാസൃഷ്ടിക്കായി പരിശ്രമിച്ച കലാകാരന്മാർക്കും സംവിധായകൻ മജീദ് സിംഫണിക്കും മറ്റ് അണിയറ പ്രവർത്തകർക്കും എന്നെന്നും അഭിമാനിക്കാവുന്ന ഒരു മികച്ച നാടകമാണ് മിശ്ര രാജൻ എന്നതിൽ തർക്കമില്ല. ജീവൻ ഖത്തറും താനിം ഗ്രാമപഞ്ചായത്ത് പെരിങ്ങോട്ടുകര അസോസിയേഷൻ ഖത്തറും